അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ 2024-25 പുതിയ അധ്യയന വർഷം ആരംഭിച്ചു അല്ലേ. നമ്മുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ കണക്ക് ടെക്സ്റ്റ് ബുക്ക് മാറി അല്ലേ. അത് എല്ലാവരുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടാകും. നമ്മുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും ഒരു ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് A+ അല്ല മുഴുവൻ മാർക്കും തന്നെ നിങ്ങൾക്ക് മാത്സിൽ വാങ്ങാൻ കഴിയും. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് സമവാക്യ ജോഡികൾ, അതായത് പെയർ ഓഫ് ഇക്വേഷൻ ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് അത് 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. പിന്നെ മാത്രമല്ല അതിൽ ഈ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നാം നമ്മുടെ 8ാം ക്ലാസ്സിൽ അല്ലെ ഓർക്കുന്നുണ്ടാവും, 8ാം ക്ലാസ്സിൽ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഏറെക്കുറെ തുടർച്ച തന്നെയാണിത്. അപ്പോൾ നമുക്ക് അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയി തന്നെ മുഴുവൻ മാർക്കും ഇതിൽ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പാഠത്തിലേക്ക് വേഗം തന്നെ ഒന്ന് കിടക്കാം. ആദ്യം ഞാൻ നിങ്ങളോട് വളരെ ചെറിയ നിസ്സാരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 10 ഉത്തരം കിട്ടണം. അതായത് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 10 കിട്ടണം. ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരങ്ങൾ? അപ്പോൾ ഒരു കുട്ടി പറയും 1+9 അല്ലേ. 1+9 ഒരു സംഖ്യ 1 ആണ്, ഒരു സംഖ്യ 9 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ മറ്റൊരു കുട്ടി പറഞ്ഞു 3+7 എന്ന് പറഞ്ഞു. അപ്പോൾ അതും ശരിയായ ഉത്തരം തന്നെയാണ് അല്ലേ. ഇനി മറ്റൊരു കുട്ടി പറഞ്ഞു 2+8 എന്ന് പറഞ്ഞു, 2ഉം 8ഉം എന്ന് പറഞ്ഞു. അതും ശരി തന്നെയാണ് അല്ലേ. ഇനി മറ്റൊരു കുട്ടി പറഞ്ഞു 4ഉം 6ഉം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ശരിയായ ഉത്തരം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഉത്തരങ്ങൾ കിട്ടും. ഇനി ആ ചോദ്യത്തിൽ ഞാൻ ഒരു ചെറിയ വ്യത്യാസം കൂടി വരുത്തുകയാണെന്ന് വിചാരിക്കുക. 2 സംഖ്യകൾ കൂടി കൂട്ടുമ്പോൾ 10 കിട്ടണം. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആയിരിക്കുകയും വേണം. ഈ സംഖ്യകൾ തമ്മിൽ വ്യത്യാസം 4 ആയിരിക്കണം എന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ കുറേ ഉത്തരങ്ങൾ കിട്ടുമോ? കിട്ടില്ല അല്ലേ. ആകെ നമുക്ക് ഒരൊറ്റ ഉത്തരമേ കിട്ടുള്ളൂ. അപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടണം. ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആയിരിക്കുകയും വേണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിലേതായിരിക്കും ഉത്തരം? ഇവ തമ്മിലുള്ള വ്യത്യാസം 4 ആവണം അല്ലേ. അപ്പോൾ നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏതൊക്കെയായിരിക്കും ഈ സംഖ്യകൾ? 3ഉം 7ഉം. അപ്പോൾ ഇതേ രൂപത്തിലുള്ള പല ചോദ്യങ്ങളും അല്ലേ, ഇതിനേക്കാൾ കുറച്ച് ടഫായ ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ചാപ്റ്ററിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ എന്താണ് ചോദ്യം? ഒരു ബോക്സിൽ ബ്ലാക്കും വൈറ്റുമായി, കറുപ്പും വെളുപ്പുമായി 100 ബീഡ്സുകളുണ്ട്, മുത്തുമണികളുണ്ട്. അതിൽ കുറേ എണ്ണം കറുപ്പാണ്, കുറേ എണ്ണം വെളുപ്പാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും കറുപ്പും വെളുപ്പും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏത് എണ്ണം വേണമെങ്കിലും ആകാം അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് പറയാം 10 എണ്ണം ബ്ലാക്ക്, 90 എണ്ണം വൈറ്റ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ 25 എണ്ണം ബ്ലാക്ക്, 75 എണ്ണം വൈറ്റ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ 40 ബ്ലാക്ക്, 60 വൈറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ ഇനി അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാണ്. അതായത് ഒരു ബോക്സിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറുപ്പ് എത്ര, വെളുപ്പ് എത്ര? ഇതാണ് ചോദ്യം. അതായത് ബ്ലാക്ക് പിന്നെ വൈറ്റ് അല്ലേ. ബ്ലാക്കും വൈറ്റുമായിട്ട് 100 മുത്തുമണികളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അതായത് കറുപ്പാണ് കൂടുതൽ, വെളുപ്പാണ് കുറവ് അല്ലേ. 10 ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എത്രയായിരിക്കും, വൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നാം ഇവിടെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഈ കണക്ക് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 ആണ് അല്ലേ. വൈറ്റിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ബ്ലാക്കിന് അല്ലേ. 10 എണ്ണമാണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 100ൽ നിന്ന് ആ 10 മുത്തുമണികളെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഈ വ്യത്യാസമുള്ള 10 മുത്തുമണികളെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി 90 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 90 എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം വേണ്ടേ. അതായത് അപ്പോൾ ബ്ലാക്കും വൈറ്റ് എത്രയായിരിക്കണം? 90/2, അതായത് 45. മനസ്സിലായല്ലോ. അപ്പോൾ ബ്ലാക്കും വൈറ്റും 45 എണ്ണം വെച്ചായിരിക്കണം. പിന്നെ ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് വൈറ്റിനേക്കാൾ 10 എണ്ണം കൂടുതലായിരിക്കും ബ്ലാക്ക് അല്ലേ. അപ്പോൾ വൈറ്റിൻ്റെ എണ്ണം എത്രയായിരിക്കും? 45 തന്നെ. ബ്ലാക്കിൻ്റെ എണ്ണം എത്രയായിരിക്കും? 45ൻ്റെ കൂടെ
എത്ര കൂട്ടണം? 10 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലാക്ക് കിട്ടി. അപ്പോൾ നമുക്ക് മരക്കണക്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് 55, വൈറ്റ് 45. ഇനി ഇതേ ചോദ്യം തന്നെ നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച്, ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമുക്കിവിടെ 100 മണികളുണ്ട് അല്ലേ? 100 മണികളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ബ്ലാക്കിന് നമ്മൾ എത്ര ബ്ലാക്ക് ഉണ്ടോ അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് മണികളുടെ എണ്ണം എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റ് മണികളുടെ എണ്ണം എത്രയായിരിക്കും? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് അല്ലെ? അതായത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ? അപ്പൊ ബ്ലാക്ക് എക്സ് ആണെങ്കിൽ വൈറ്റ് എത്രയായിരിക്കും? വൈറ്റ് ഇവരെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ? അതായത് ബ്ലാക്കിനേക്കാൾ 10 കുറവായിരിക്കും വൈറ്റ് അല്ലെ? അതായത് എക്സ് മൈനസ് 10 ആയിരിക്കും വൈറ്റ് മണികളുടെ എണ്ണം. അപ്പൊ വൈറ്റ് ബ്ലാക്ക് എത്ര ഉണ്ടോ അതിനേക്കാൾ 10 കുറവായിരിക്കണം വൈറ്റ് മണികളുടെ എണ്ണം. അപ്പൊ ബ്ലാക്ക് എക്സ് ആണെങ്കിൽ വൈറ്റ് മണികളുടെ എണ്ണം എക്സ് മൈനസ് 10 ആണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ രണ്ടിന്റെയും എണ്ണം നമുക്ക് കിട്ടി. ഇനിയോ ആകെ എത്രയുണ്ട്? ആകെ 100 മണികളുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 2 എണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പൊ എക്സും അത് ബ്ലാക്ക് മണികളുടെ എണ്ണം പ്ലസ് എക്സ് മൈനസ് 10 അത് വൈറ്റ് മണികളുടെ എണ്ണം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണം. അപ്പൊ നമുക്കിവിടെ എക്സ് പ്ലസ് എക്സ് മൈനസ് 10 അല്ലെ? എക്സ് പ്ലസ് എക്സ് അതായത് 2x പിന്നെന്താ ബാക്കിയുള്ളത്? മൈനസ് 10. അപ്പൊ 2x മൈനസ് 10 ഈസ് ഈക്വൽ ടു 100. അപ്പൊ നമുക്ക് ഇതിന് 2xന്റെ വില കാണാലോ. അപ്പൊ 2x ഈസ് ഈക്വൽ ടു എന്ത് വേണം? 100 അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അത് അതേ രൂപത്തിൽ എഴുതാം. ഇനി മൈനസ് 10 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ നമ്മൾ പ്ലസ് 10 ആക്കും. അപ്പൊ 2x ഈസ് ഈക്വൽ ടു എന്ത് വരും? 110 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 110 ഇൻറ്റു 2 ഇപ്പുറത്ത് പോകുമ്പോൾ ബൈ 2 അതായത് 55. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വില കിട്ടി 55. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് മണികൾ എത്ര ഉണ്ടായിരിക്കും? 55 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിനി വൈറ്റ് മണികളുടെ എണ്ണം എത്ര ആയിരിക്കും? മൊത്തം എണ്ണം 100 ആണ്. അപ്പൊ 100ൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് മണികളുടെ എണ്ണം കിട്ടും, അതായത് 45. അതല്ലെങ്കിൽ എങ്ങനെ കിട്ടും? നമുക്കറിയാം ബ്ലാക്ക് മണികളുടെ എണ്ണം എത്രയാണ്? 55 അല്ലെ? വൈറ്റ് മണികളുടെ എണ്ണം കിട്ടാൻ എക്സിൽ നിന്ന് 10 കുറക്കാം. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 55, 55ൽ നിന്ന് 10 കുറയ്ക്കാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇത് നമ്മൾ എക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ് അല്ലെ? ഈ ചോദ്യം തന്നെ നമുക്ക് ഇനി എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ എത്ര തരത്തിൽ ചെയ്തു? ആദ്യം നമ്മൾ മനസ്സിൽ ചെയ്തു നോക്കി അല്ലെ? മനസ്സിൽ ചെയ്തു നോക്കി. പിന്നെ നമ്മൾ എക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്തു നോക്കി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എക്സും വൈയും ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കറുപ്പ് മണികളുടെ എണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ബ്ലാക്ക് മണികളുടെ എണ്ണം നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് വൈറ്റ് മണികളുടെ എണ്ണം വൈ എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് ബ്ലാക്ക് മണികളുണ്ട്, വൈ എണ്ണം വൈറ്റ് മണികളുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് ആകെ 100 മണികളാണ് അല്ലേ? അപ്പോൾ എക്സ് എണ്ണം ബ്ലാക്കും വൈ എണ്ണം വൈറ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 100 കിട്ടണം വേണ്ടേ? അതായത് എക്സ് പ്ലസ് വൈ സീക്വൽ ടു 100. ഞാനിപ്പോൾ ബ്ലാക്കിന് എക്സ് എന്ന് കൊടുത്തു, വൈറ്റിന് വൈ എന്ന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ കൂടുതലുള്ളതിന് എക്സ് എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ കൂടുതലുള്ളത് എക്സ് ആണ്, ബ്ലാക്ക് ആണ്, അതുകൊണ്ട് എക്സ് കൊടുത്തു, വൈറ്റിന് വൈ എന്ന് കൊടുത്തു. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണം. ഇനിയോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 എണ്ണത്തിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ബ്ലാക്ക് ആണ് കൂടുതൽ, വൈറ്റ് 10 എണ്ണത്തിന് കുറവുണ്ട്. അതായത് എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 10 എണ്ണം കിട്ടണം. അപ്പൊ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഒന്നെന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. പിന്നെയോ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ നോക്കിയാൽ ഇവിടെ എക്സ് മാത്രമുള്ളൂ അല്ലെങ്കിൽ വൈ മാത്രമുള്ളൂ എങ്കിൽ നമുക്ക് അതിന്റെ വില കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലേ? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ 2x ഈസ് ഈക്വൽ ടു 90 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാമല്ലോ. 90/2 45 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അതേ രൂപത്തിലാണ് നമുക്ക് വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്, ഇവിടെയും എക്സും ഉണ്ട് വൈയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ആരെങ്കിലും ഒരാൾ ഒഴിവാക്കിയേ തീരൂ.
അപ്പോൾ ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം, ഒന്നുകിൽ വൈനെ ഒഴിവാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യം നിങ്ങൾ ഇനിയുള്ള കണക്കുകൾ നമ്മൾ ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമുക്ക് ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം, അതല്ലെങ്കിൽ വൈനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? എക്സിനെ ഒഴിവാക്കണം, വൈനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എക്സിൻ്റെയും ഇവിടെ വൈൻ്റെയും കോഎഫിഷ്യന്റ്, അതായത് ഗുണിതം ഏതാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ എക്സിന്റെ കൂടെ എത്രയാണ് കിടക്കുന്നത്? 1 ആണ് അല്ലെ. ഒരെക്സ് ആണുള്ളത്. ഇവിടെയും ഒരെക്സ് തന്നെയാണ് ഉള്ളത്. അപ്പൊ രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എക്സിനെ ഒഴിവാക്കാം. ഇനി ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കിയേ, ഇവിടെയും വൈയുടെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്, അടിയിലത്തെ വൈയുടെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെയും ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എക്സിനെ ഒഴിവാക്കാം, വൈനെ ഒഴിവാക്കണമെങ്കിൽ വൈനെയും ഒഴിവാക്കാം. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? രണ്ടിന്റെയും കോഎഫിഷ്യന്റ്, അടിയിലത്തെ എക്സിന്റെ കോഎഫിഷ്യന്റും മുകളിലത്തെ എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം ആണ്. അതേപോലെ തന്നെ ഇവിടെ വൈയുടേതും അടിയിലത്തെ തന്നെയാണ് മുകളിലും. ഈ കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ പിന്നെ നോക്കേണ്ടത് നമ്മൾ അതിന്റെ ചിഹ്നമാണ് നോക്കേണ്ടത്. ചിഹ്നം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടെയും ചിഹ്നം പ്ലസ് ആണ് അല്ലെ. അപ്പൊ രണ്ടിന്റെയും ചിഹ്നങ്ങൾ പ്ലസ് ആണ്. ഇവിടെയോ ഇതിന്റെ ചിഹ്നം പ്ലസ് ആണ്, ഇതിന്റെ ചിഹ്നം മൈനസ് ആണ്. ഇത് ഓപ്പോസിറ്റ് ചിഹ്നങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം നമ്മൾ കോഎഫിഷ്യന്റ് സെയിം ആണെന്ന് നോക്കണം. സെയിം ആണെങ്കിൽ അതിനെ ഒഴിവാക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കേണ്ടത് കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ അതിന്റെ ചിഹ്നം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം വൈനെ എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. ഒന്നുകിൽ വൈനെ ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ എക്സിനെ ഒഴിവാക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം വൈനെ ഒഴിവാക്കി ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനുശേഷം എക്സിനെ എങ്ങനെ ഒഴിവാക്കി ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് സെയിം ആണെന്ന് മനസ്സിലായി. ഇതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, ഇതിന്റെ ചിഹ്നം വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വൈനെ ഒഴിവാക്കേണ്ട എങ്ങനെ? വൈ പാടില്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഇവിടെ പ്ലസ് വൈയും ഇവിടെ മൈനസ് വൈയും ആണ്. അതായത് നമുക്കറിയാം ഇവിടെ +2 -2 വിചാരിക്കാം. ഇത് നമുക്ക് 0 ആവണമെങ്കിൽ എന്ത് വേണം? ഇവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയിപ്പോയി അല്ലേ. പോസിറ്റീവ് 2ഉം നെഗറ്റീവ് 2ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 0 ആണ്. പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് അല്ലേ. അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 0 കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ പദം പോയി. അപ്പം എന്ത് വേണം? നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ അങ്ങോട്ട് കൂട്ടാം. അപ്പം എന്ത് പോയി? വൈ പോയി കിട്ടി. മനസ്സിലായല്ലോ? ചിഹ്നം വ്യത്യാസമായതുകൊണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ കൂട്ടാൻ പോണി ഞാൻ. അപ്പം എന്ത് സംഭവിക്കും? എക്സും എക്സും ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ. അപ്പം എക്സും എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2x വന്നു. ഇനി പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0 കിട്ടി അല്ലേ. അപ്പം ഇവിടെ 0 ആയിപ്പോയി. അപ്പം ഇത് പോയി. = 100 + 10 110 എന്ന് കിട്ടി. അപ്പം നമുക്ക് വൈനെ ഒഴിവാക്കി, നമ്മൾ വളരെ ഈസി ആയിട്ട് ഒഴിവാക്കി. 2x = 110 എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സിന്റെ വില കാണാലോ. x = എന്ത് വരും? 110. ഈ × 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? /2 ആയി മാറി അല്ലേ. അപ്പം 110/2 = 55. അപ്പം നമുക്ക് എക്സിന്റെ വില കിട്ടി 55 എന്ന് കിട്ടി. അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം കിട്ടി 55. അപ്പോൾ കറുത്ത മുത്തുകളുടെ 55 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? x + y = 100 അല്ലേ. അപ്പോൾ വൈയുടെ വില കണ്ടുപിടിക്കാം. 100ൽ നിന്ന് 55 മൈനസ് ചെയ്യുക അല്ല. 100ൽ നിന്ന് 55 മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് വൈറ്റിന്റെ വില കിട്ടും. അതായത് 45 കിട്ടും. ഇനി നമുക്ക് അടുത്ത രീതിയിൽ ചെയ്യാം. നമുക്ക് ഒരാൾക്ക് തോന്നുന്നു അല്ല വൈ അവിടെ നിൽക്കട്ടെ, എനിക്ക് എക്സിനെ കളഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെ ചെയ്യണം? അപ്പം നോക്കിയേ, x + y = 100, x - y ഇക്വേഷൻ തന്നെ ഞാൻ എടുത്തെഴുതാണ് 10. അപ്പോൾ ഇയാൾക്ക് എക്സിനോട് താല്പര്യമില്ല, എക്സ് വേണ്ട, എനിക്ക് വൈനെ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടി വരും? ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒക്കെ സെയിം ആണ്, ഇതും സെയിം ആണ്. പക്ഷേ ഇവിടെ ചിഹ്നങ്ങൾ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഇയാൾക്ക് വൈനെ നിർത്തണം, എക്സിനെ കളഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നോക്കിയേ, ഇവിടെ പോസിറ്റീവ് എക്സ് ആണ്, ഇവിടെയും പോസിറ്റീവ് എക്സ് അല്ലേ. അതായത് ഇവിടെ കോഎഫിഷ്യൻ്റ് 1 രണ്ടും പോസിറ്റീവ് ആണ്. ഇവിടെ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞൊരു 2 2 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ 2 2. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയി പോകാൻ എന്ത് വേണം? 2ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലേ. അതായത് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരെക്സ്, ഇവിടെ വേറൊരു എക്സ്. അപ്പോൾ എക്സിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും അല്ലേ.
ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും ഇവിടെ? എക്സിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ 0. ഇനിയാ പോസിറ്റീവ് വൈ ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? നെഗറ്റീവ് വൈനെ മൈനസ് ചെയ്യണം. അപ്പോൾ വൈ മൈനസ് വൈ. അപ്പോൾ എന്ത് വരും? 2 വൈകൾ അടുപ്പിച്ചെന്നാൽ നമുക്കറിയാം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് വരും? വൈ പ്ലസ് വൈ എന്ന് വന്നു. വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2 വൈ ആയി ഇവിടെ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2y വരും. 2y ഈസ് ഈക്വൽ ടു 100 മൈനസ് 10 90. അപ്പോൾ 2y 90. എക്സ് ക്യാൻസൽ ആയി പോയി. അപ്പോൾ വൈയുടെ വില എത്ര കിട്ടും? y ഈസ് ഈക്വൽ ടു 90/2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ഈസ് ഈക്വൽ ടു 45. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക വൈയുടെ വില കിട്ടും 45. വൈയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ 100ൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വിലയും കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഇതേപോലെ വരികയാണെങ്കിൽ ഒരാൾ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ഗുണിതം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. അപ്പോൾ സെയിം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒഴിവാക്കാം. ഇനി ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ചിഹ്നം നോക്കണം. ചിഹ്നം വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മനസ്സിലായ? കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. സെയിം ആയാൽ നമ്മൾ ചിഹ്നം നോക്കാം. ചിഹ്നം വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നാം എന്ത് ചെയ്യണം? അവർ തമ്മിൽ കൂട്ടണം. കൂട്ടിയാലാണ് വ്യത്യസ്ത ചിഹ്നങ്ങൾ 0 ആയി പോകുള്ളൂ. ഒരേ ചിഹ്നങ്ങളാണെന്ന് വിചാരിക്കുക. ഒരേ ചിഹ്നങ്ങളാണ് കളയാൻ എന്ത് വേണം? അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുള്ളത് പോയി കിട്ടി. ബാക്കി എന്ത് വരും? 2y = 90 വരും. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ചു വെക്കുക. കാരണം കൺഫ്യൂഷൻ ആവരുത്. ഇനിയുള്ള കണക്കിലൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി 11,000 രൂപ. അതായത് ഒരു ടേബിള്, ഒരു ചെയർ, അതിനും കൂടി എത്ര രൂപ? 11,000 രൂപ. ഒരു ടേബിളിനും 4 ചെയറിനും കൂടിയിട്ട് 14,000 രൂപ. ഒരു ടേബിൾ തന്നെ 4 ചെയറിനുള്ള 4 ചെയറായി മാറി. അതിന് എത്ര രൂപ? 14,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിന്റെ വില എത്ര, ഒരു ചെയറിന്റെ വില എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മനക്കണക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ ആലോചിക്കുക. ഒരു ടേബിളും ഒരു ചെയറും കൂടിയിട്ട് 11,000 രൂപ അയാൾ കൊടുത്തു അല്ലേ? പക്ഷെ ഒരു ടേബിളും 4 ചെയറും ആയപ്പോൾ അയാൾ 14,000 രൂപ കൊടുത്തു. അതായത് ഇയാൾ ഇവിടെ എത്ര ചെയർ കൂടുതൽ വാങ്ങി? 3 ചെയറാ കൂടുതൽ വാങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇതും വിട്ടിട്ട് അദ്ദേഹം 3 ചെയർ കൂടുതൽ വാങ്ങിയപ്പോൾ അയാൾ എത്ര കാശ് കൂടുതൽ കൊടുത്തു? 11,000 എന്നുള്ളത് എത്രയായി മാറി? 14,000 എന്നായി മാറി അല്ലേ? അതായത് 3,000 രൂപ കൂടുതൽ കൊടുത്തു. എന്തിന്? 3 ചെയർ കൂടുതൽ വാങ്ങിയപ്പോൾ. ഇതും വിട്ട് 3 ചെയർ കൂടുതൽ വാങ്ങിയപ്പോൾ ഇയാൾ ഇവിടെ 3,000 രൂപ കൊടുത്തു അല്ലേ? അതായത് 3 ചെയർ കൂടുതൽ വാങ്ങിയപ്പോൾ അയാൾ എത്ര കൊടുത്തു? 3,000 രൂപ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ചെയറിന് എത്ര കാശ് വരും? 1,000 രൂപ അല്ലേ? അപ്പോൾ ഒരു ചെയറിന് 1,000 രൂപ വന്നു. അപ്പോൾ 3 ചെയറിന് 3,000 രൂപ വന്നു. അപ്പോൾ ഒരു ചെയറിന്റെ വില എത്രയായിരിക്കും? 1,000 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി 11,000 രൂപ. അപ്പോൾ ഒരു ചെയറിന്റെ വില 1,000 രൂപ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ടേബിളിന്റെ വിലയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 1,000 കുറച്ചാൽ 14,000 രൂപ ആണ് ടേബിളിന്റെ വില. മനസ്സിലായില്ലേ? അപ്പോൾ 14,000 രൂപ ടേബിളിനും 1,000 രൂപ ചെയറിനും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുന്നത്. ഇനി ഇത് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കാം. ടേബിളിന്റെ വില, പ്രൈസ് ഓഫ് ടേബിളിന്റെ വില നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ചെയറിന്റെ വില വൈ ആണെന്ന് വിചാരിക്കുക. ഇനി എന്താണ്? ഒരു ടേബിളും ഒരു ചെയറും കൂടി വാങ്ങിയപ്പോൾ 11,000 രൂപ. ഒരു ടേബിളിന്റെ വില എക്സ് പ്ലസ് ഒരു ചെയറിന്റെ വില വൈ ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര കൊടുത്തു? രണ്ടും കൂടി 11,000 രൂപ. മനസ്സിലായല്ലോ? ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി 11,000 രൂപ. ഇനിയോ ഒരു ടേബിളിനും 4 ചെയറിനും. ഒരു ടേബിൾ, അപ്പോൾ എക്സിന്റെ വില എക്സ് തന്നെ. ഇവിടെ ഒരു ചെയറല്ല 4 ചെയർ വാങ്ങി അല്ലേ? അപ്പോൾ ഒരു ചെയറിന്റെ വില വൈ ആണെങ്കിൽ 4 ചെയറിന് എത്ര കാശ് ഉണ്ടായിരിക്കും? 4 × y അല്ലേ? 4 × y 4y. അപ്പോൾ അത് എത്ര കാശ് കൊടുത്തു? 14,000 രൂപ കൊടുത്തു.
ഇപ്പോൾ ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000, എക്സ് പ്ലസ് 4y ഈക്വൽ ടു 14,000. നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആരെയാണ് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ, രണ്ട് എക്സിൻ്റെയും കോഎഫിഷ്യൻ്റ് 1 തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് എക്സിനെ ഒഴിവാക്കാം. അതേസമയം വൈ നോക്കിയേ, വൈ മുകളിൽ കിടക്കുന്നത് 1, താഴെയുള്ളതിൻ്റെത് 4, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വൈയെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് ഇത് മൈനസ് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് പോയി കിട്ടിയല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈയിൽ നിന്ന് വൈ മൈനസ് 4y. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കിയാൽ അടിയിൽ കിടക്കുന്ന പദങ്ങളൊക്കെ വലുതാണ് അല്ലേ? ഇവിടെ വൈ, ഇവിടെ 4y, ഇവിടെ 11,000, ഇവിടെ 14,000. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയാം. ഈ ഇക്വേഷൻ നമുക്ക് അടിയിലേക്ക് ഒന്നും കൂടി എടുത്തെഴുതാം. ഏത് ഇക്വേഷനെ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11,000 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി അടിയിലേക്ക് എടുത്തെഴുതാം. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കിത് മാറ്റിയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. അത് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഒന്നാമത്തെ ഇക്വേഷനെ തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാണ്, മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ മൈനസ് ചെയ്താലും ഇത് എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലും ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലും ഒക്കെ ഇത് എക്സ് പോയി കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യുന്നു. എക്സിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ എന്തായി? 0. ഇനി 4y മൈനസ് അല്ലെ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാണ്. 4yയിൽ നിന്ന് y മൈനസ് ചെയ്താൽ 3y ഈക്വൽ ടു 14,000 നിന്ന് 11,000 പോയി കഴിഞ്ഞാൽ ബാക്കി 3000. അപ്പോൾ നമ്മളിവിടെ കിട്ടി 3y ഈക്വൽ ടു 3000. അപ്പോൾ y ഈക്വൽ ടു 3000 ബൈ 3 അല്ലേ? 3000 ബൈ 3 ഈക്വൽ ടു 1000. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 1000. വൈ എന്ന് പറഞ്ഞാൽ ഒരു ചെയറിൻ്റെ വില 1000 അല്ലേ? അപ്പോൾ ഒരു ചെയറിൻ്റെ വില 1000. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഈ 1000 കൊടുത്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 ആണ്. അതിൽ നമുക്ക് വൈയുടെ വില കിട്ടി 1000. അപ്പോൾ എക്സ് പ്ലസ് 1000 ഈക്വൽ ടു 11,000. ഇത് ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. ഞാനിതൊന്ന് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതൊന്ന് കാണിക്കുന്നുവല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 11,000 മൈനസ് 1000. നമുക്ക് 11,000 മൈനസ് 1000, 10,000 രൂപ എക്സിൻ്റെ വില, അതായത് ടേബിളിൻ്റെ വില, ചെയറിൻ്റെ വില 1000 രൂപ. ഇനി ഞാനിവിടെ ഈ ചെറിയത് നമുക്ക് അടിയിൽ കിടാന്ന് പറയാൻ എന്താ കാരണം? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ചിഹ്നങ്ങൾ കൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സിലായോ? ഇനി നമുക്കിപ്പോൾ ഒരാൾ അതേ രൂപത്തിൽ തന്നെ ചെയ്തു, ഒരു കുഴപ്പമില്ല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000, എക്സ് പ്ലസ് 4y ഈക്വൽ ടു 14,000. ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിച്ച പോലെ, അതായത് ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഒരു കുഴപ്പമില്ല. എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0, അത് 0 പോയി. ഇനി എന്ത് വരും? വൈ, ഒരു വൈ, ഇവിടെ 4y. അപ്പം ഒരു വൈ മൈനസ് എത്ര വരും? 4y സീക്രട്ട് എന്ത് വരും? ഒരു പോസിറ്റീവ് വൈ, മറ്റേത് നെഗറ്റീവ് 4y. അപ്പം നെഗറ്റീവ് 3y. അപ്പോൾ ഇവിടെ വരാം നെഗറ്റീവ് 3y ഈക്വൽ ടു, ഇനി ഇവിടെ വരും 11,000 മൈനസ് 14,000, അതായത് 11,000 മൈനസ് 14,000. അപ്പോഴെന്ത് വരും? മൈനസ് 3,000. മനസ്സിലായല്ലോ? അപ്പം ചിഹ്നം കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇടാൻ കാരണം മൈനസ് 3,000. അങ്ങനെയാണെങ്കിൽ വൈ എത്ര വരും? വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3,000 ബൈ മൈനസ് ഈ 3 അല്ലേ, ഇൻറ്റു മൈനസ് 3 അങ്ങോട്ട് മുമ്പ് ബൈ മൈനസ് 3 അല്ലേ? അപ്പം നെഗറ്റീവ് തമ്മിൽ ഹരിക്കുമ്പോൾ പോസിറ്റീവ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 1000. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഇവിടെ കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? ചെറുതാണെങ്കിൽ ചെറുത് ഒന്നും കൂടി അടിയിലേക്ക് ഇട്ടോളാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ചിടാൻ പറ്റും, മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ചോദ്യം. ഓഫ് 2 numbers, the larger one is 5 times the smaller one. Subtracting the smaller one from the larger gives 32. What are the numbers? അതായത് രണ്ട് സംഖ്യകളിൽ വലുത് എന്ന് പറയുന്നത് 5 times, ചെറുതിന്റെ എത്ര മടങ്ങാണ്? 5 മടങ്ങാണ്. അപ്പോൾ വലിയ സംഖ്യ ചെറുതിന്റെ 5 ഇരട്ടിയാണ്. ഇനിയോ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ നമുക്ക് 32 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ രണ്ട് സംഖ്യയുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് തൽക്കാലം വലിയ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ലാർജർ. അപ്പോൾ ലാർജർ സംഖ്യ, വലിയ സംഖ്യ നമുക്ക് എക്സ് ആണെന്ന് കൊടുക്കാം. ചെറിയ സംഖ്യ സ്മോളർ വൈ ആണെന്നും കൊടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്മോളർ പറഞ്ഞതിനേക്കാൾ ചെറിയ സംഖ്യയേക്കാളും 5 ഇരട്ടി വലിപ്പമുണ്ട് ആർക്ക്? വലിയ സംഖ്യക്ക് അല്ലേ? അപ്പോൾ വലിയ സംഖ്യ ഇവിടെ എത്രയാണ്? 5 എക്സ് ആണ്. അപ്പോൾ വലിയ സംഖ്യ എക്സ് ആണ്. എക്സിന് 5 മടങ്ങ് അല്ലെ? അപ്പൊ ചെറുത് വൈ ആണ്. വൈയുടെ 5 മടങ്ങ് അല്ലെ? 5y, 5 × y, 5 മടങ്ങ് വലുതാണ് എക്സ്. ശരിയാണല്ലോ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സബ്ട്രാക്ടിങ് ദി സ്മോളർ ഫ്രം ദി ലാർജർ ഗിവ്സ് 32. അത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 കിട്ടും. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. വലുത് എത്രയാണ്? എക്സ് ആണ്. എക്സ് ആണ് വലുത്. അതിൽ നിന്ന് ചെറുത് കുറച്ചാൽ വൈ ആണ് ചെറുത്. നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് വലുത് ഏതാണ് ചെറുതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 5y, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 32y അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 5y, എക്സ് എന്ന് പറയുന്നത് 5y ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് 5yക്ക് ഈക്വൽ ആണ്. അടുത്ത ഇക്വേഷനിലോ എക്സ് മൈനസ് വൈ, എക്സിൽ നിന്ന് y കുറച്ച് കഴിഞ്ഞാൽ 32 കിട്ടണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ എക്സ് അല്ലേ, ഈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന്റെ വില എത്രയാണ്? 5y ആണ് അല്ലേ? അപ്പൊ 5y എന്ന് പറയുന്ന വില എവിടെ കൊടുക്കാം? എക്സിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 5y എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സിന് പകരം 5y കൊടുത്താൽ 5y മൈനസ് y സീക്വൽ ടു 32 എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ് ശരിക്കും? നമ്മുടെ ആവശ്യം ഒന്നുകിൽ എക്സ് പാടുള്ളൂ അല്ലെങ്കിൽ വൈ പാടുള്ളൂ. രണ്ടാളും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടെ 5y എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ഇവിടുത്തെ എക്സിന് അങ്ങോട്ട് പോയി കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ വെറും വൈകൾ മാത്രമായി. അപ്പൊ നമുക്ക് 5y മൈനസ് വൈ ഈക്വൽ ടു 32. അപ്പൊ 5y മൈനസ് വൈ എത്രയാണ്? 4y ഈക്വൽ ടു 32. വൈ എന്ത് വരും? വൈ ഈക്വൽ ടു 32 ഇൻറ്റു 4 ഇങ്ങോട്ട് പോകുമ്പോൾ y 4. അപ്പൊ 8, 4, 8, 32. അപ്പൊ വൈയുടെ വില കിട്ടിയ നമുക്ക് 8. ഇനി നമുക്ക് എന്ത് വേണം? എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 5y എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 5y ആണ്. അതായത് 5 ഇൻറ്റു വൈയുടെ വില എത്രയാണ്? 8. അപ്പൊ 40. അപ്പൊ എക്സിന്റെ വില കിട്ടി 40, വൈയുടെ വില കിട്ടി 8. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഫ്രാക്ഷന്റെ ടൈപ്പുള്ള ഒരു ചോദ്യം കൂടി ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്താം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി, 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഭിന്നസംഖ്യ ഏത്? അതായത് ഒരു ഭിന്നസംഖ്യ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ അംശത്തിന്റെ കൂടെ 1 കൂട്ടിയിട്ട് നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് 1/2 ആണ് കിട്ടിയത്. ഇനിയോ അതിന്റെ ഛേദത്തിനോട് അതിന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 1/3. അങ്ങനെയാണെങ്കിൽ ഇതേതായിരിക്കും ഈ ഫ്രാക്ഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഭിന്നസംഖ്യ നമുക്ക് അറിയാം അല്ലേ? ഇപ്പൊ x + y ഇതാണ് ഭിന്നസംഖ്യയുടെ രൂപം എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ഭിന്നസംഖ്യ. അപ്പൊ ഭിന്നസംഖ്യയുടെ അംശം അതായത് ന്യൂമറേറ്റർ x ആണെന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ ന്യൂമറേറ്റർ. ഇനി അതിന്റെ ഡിനോമിനേറ്ററോ y ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഭിന്നസംഖ്യ എന്ത് വന്നു? x/y. അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് അംശം, ഇത് ഛേദം. അപ്പൊ ഛേദത്തിന് നമ്മൾ y എന്ന് കൊടുത്തു, അംശത്തിന് നമ്മൾ x എന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഭിന്നസംഖ്യ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പൊ x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. ഇനി അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കിയേ. ഇതിന്റെ അംശത്തിനോടുകൂടി 1 കൂട്ടി, ഇതാണ് ന്യൂമറേറ്റർ, അതിന്റെ കൂടെ നമ്മൾ 1 കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. ഇനി അതിന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ ഛേദത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോഴോ ഛേദത്തിലാണ് y അല്ലേ? അപ്പൊ x/y ഇതില് വൈയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? നമുക്ക് 1/3 ആണ് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എക്സിന്റെ വില കണ്ടുപിടിക്കണം, വൈയുടെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് x/y എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ കിട്ടും. ഇവിടെ ഇതൊരു ഭിന്നസംഖ്യ രൂപമാണ് അല്ലേ? അപ്പൊ x/y ഇപ്പൊ നമുക്ക് a/b എന്ന് പറയുന്നത് c/d-ക്ക് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം അല്ലേ? അതായത് ഇവർ തമ്മിൽ ഗുണിക്കുന്നതും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ
എ ഇൻറ്റു ഡി അല്ലെങ്കിൽ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ആയിരിക്കും, അല്ലെങ്കിൽ എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും ഇതേ രൂപത്തിൽ തന്നെയാണ് കിടക്കുന്നത്. എക്സ് പ്ലസ് വൈ ബൈ 1 ഈസ് ഈക്വൽ ടു 1/2. ഇവിടെയും ഫ്രാക്ഷൻ തന്നെയാണ്, ഇവിടെയും ഫ്രാക്ഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്തുകൂടെ? ഇവിടെ ചെയ്തുകൂടെ? അതായത് ഇവർ തമ്മിൽ ഗുണിക്കുന്നതും ഇവർ തമ്മിൽ ഗുണിക്കുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. അതായത് y ഇൻറ്റു 1 അല്ലേ? y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y തന്നെ സീക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ? 2 ഇൻറ്റു എക്സ് പ്ലസ് 1. മനസ്സിലായല്ലോ? ക്രോസായി മൾട്ടിപ്പിൾ ചെയ്തു. ഇനി ഈ എക്വേഷൻ എന്തായി മാറും? ഇവിടെയും ഇതേപോലെ തന്നെ, ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യാലോ. ഇവിടെ നോക്കിയാണെങ്കിൽ എന്താണ്? y പ്ലസ് 1 അല്ലേ? y പ്ലസ് 1 ഇൻറ്റു 1 അല്ലേ? അതായത് y പ്ലസ് 1 തന്നെ സീക്വൽ ടു എന്ത് വരും? എക്സ് ഇൻറ്റു 3. എക്സ് ഇൻറ്റു 3 എത്രയാണ്? 3x. അപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. നമുക്ക് എന്ത് വേണം? നമുക്കിതിൽ ആരെങ്കിലും ഒരാൾ ഒഴിവാക്കിയേ തീരും അല്ലേ? ഒന്നുകിൽ എക്സിനെ, ഒന്നുകിൽ വൈനെ. ഇവിടെ ഏതിനെ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ എക്സിന്റെ വില അറിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ എക്സിനെ ഒഴിവാക്കി. ഇവിടെ നമുക്ക് എന്താണ്? വൈയുടെ വില അറിയാം. ഈ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന വില ആർക്ക് കൊടുക്കാം? ഈ വൈക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വരും? ഇവിടെ വൈക്ക് പകരം 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. പിന്നെ ബാക്കി ഇവിടെ പ്ലസ് 1 സീക്വൽ ടു 3x. അതായത് ഇനി ഇവിടെ നോക്കിയാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ 2 കൊണ്ട് ആദ്യം എക്സിനെ ഗുണിക്കണം, 2 കൊണ്ട് ആദ്യം അടുത്ത പദത്തെയും ഗുണിക്കണം വേണ്ടേ? അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇവിടുത്തെ പ്ലസ് 1 സീക്വൽ ടു 3x. അതായത് 2x പ്ലസ് 3, 2 1 3 ഈസ് ഈക്വൽ ടു 3x. ഇനി നോക്കി ഇവിടെ 2x പ്ലസ് 3, അവിടെ 3x ഉണ്ട് അല്ലേ? അപ്പോൾ ചരങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത്, ചരങ്ങളില്ലാത്തത് മറ്റൊരു ഭാഗത്ത്, സംഖ്യകൾ മറ്റൊരു ഭാഗത്ത് അല്ലേ? അതങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറ്. ഇവിടെ നോക്കിയാൽ 3x അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഇവിടെ 2x ഉണ്ട്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഇതിനെ മാത്രം ഇവിടെ നിർത്താം. അപ്പോൾ 3നെ മാത്രം ഇവിടെ നിർത്തി 3 ഈസ് ഈക്വൽ ടു ഈ 3x അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ 2xനെ കൂടെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പോൾ 2x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2x ആയി. സീക്വൽ ടു 3x മൈനസ് 2x 1x. അപ്പോൾ എന്തോന്നു? 3 ഈസ് ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി 3. ഇനി നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ആദ്യത്തെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ അതറിയാം, y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1. അതിൽ y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് ഏത് വില കൊടുക്കാം? നമുക്ക് 3 കൊടുക്കാം. 2 ഇൻറ്റു 3 പ്ലസ് 1 സീക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 1 4 സീക്വൽ ടു 8. അപ്പോൾ വൈയുടെ വില കിട്ടി 8, എക്സിൻ്റെ വില 3. നമ്മുടെ ഭിന്നസംഖ്യ എങ്ങനെയാണ് എടുക്കുന്നത്? എക്സ് ബൈ വൈ അല്ലേ? അതായത് എക്സ് ബൈ വൈ എന്ന് പറയുമ്പോൾ എക്സ് മുകളിൽ വരും, അപ്പോൾ 3 ബൈ വൈ അടിയിൽ വരണം 8. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇത് നമ്മൾ പല തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കി എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത്ര ചെയ്ത നിലക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ പല ടൈപ്പിലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചെയ്തത്.